ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോസ് ഇൻ വെയിറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ് ഇൻ പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ് ഇൻ പ്രോസസ് അക്കൗണ്ട്. Sometimes normal loss may have some realizable value. Then the loss is called a scrap. Scrap is the incidental material residue coming out of certain type of manufacturing. It is saleable, therefore it has value. According to ICMA London, scrap is a discarded material having some recovery value which is usually disposed of without further treatment. The quantity of scrap should be recorded in the quantity column and the sales proceeds of scrap is recorded in the amount column. ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷനിടയിൽ നോർമൽ ലോസുകൾ സംഭവിക്കാം. അങ്ങനെ നോർമൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം നോർമൽ ലോസുകൾക്ക് റിയലൈസിബിൾ വാല്യൂ ഉണ്ട്. അങ്ങനെ റിയലൈസിബിൾ വാല്യൂ കിട്ടുന്ന അത്തരം ലോസുകളെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയാം. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡൻ്റൽ ഡാമേജ് ഉണ്ടാവുകയാണ്, നമ്മളുടെ മെറ്റീരിയലിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ചെറിയൊരു ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഡാമേജ് ആണെങ്കിൽ അത്തരം ഡാമേജ് ഉള്ള പ്രൊഡക്റ്റുകളെ വേറെ മാറ്റിവെക്കും. വേസ്റ്റേജ് ആയിട്ട് ഒഴിവാക്കാതെ പകരം എന്ത് ചെയ്യും, മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും. വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പോലെയല്ല, അതിൻ്റെ അത്ര പ്രൈസ് വാങ്ങാതെ അതിൽ നിന്ന് കുറച്ച് പ്രൈസ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇത്തരം നോർമൽ ലോസുകളെ അല്ലെങ്കിൽ ഇത്തരം സ്ക്രാപ്പുകളെ വിൽക്കും, സെയിൽ ചെയ്യും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ആ ഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ചിലപ്പോൾ എന്തുണ്ടാവാം, പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും സ്റ്റിച്ചിൽ വ്യത്യാസം വരാം. അങ്ങനെ സ്റ്റിച്ചിലൊക്കെ വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് മാറ്റി വെക്കും. ആ മാറ്റി വെച്ചിട്ട് നമ്മൾ നോർമൽ പ്രൊഡക്റ്റിൻ്റെ അത്ര പ്രൈസ് വാങ്ങില്ലെങ്കിൽ പകരം അതിൽ നിന്ന് കുറച്ച് പ്രൈസ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഈ നോർമൽ ലോസ് അല്ലെങ്കിൽ സ്ക്രാപ്പ് വിൽക്കും. അതുകൊണ്ട് തന്നെയാണ് സ്ക്രാപ്പിന് എന്ത് പറയുന്നത്, റിയലൈസിബിൾ വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷനിടയിൽ ചെറിയ ഡാമേജ് ഒക്കെ വരാം പ്രൊഡക്റ്റിൽ. അപ്പോൾ ചെറിയ ഡാമേജ് ആകുമ്പോൾ ആ പ്രൊഡക്റ്റ് മൊത്തമായിട്ട് ഒഴിവാക്കാതെ, വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാതെ പകരം എന്ത് ചെയ്യും, അത് റിയലൈസിബിൾ വാല്യൂ, അതായത് ചെറിയൊരു വിലയ്ക്ക് എന്ത് ചെയ്യും, വിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാപ്പിന് റിയലൈസിബിൾ വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നോർമൽ ലോസ് ആണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്, നോർമൽ ലോസ് ആണ്, പക്ഷെ അതിനൊരു റിയലൈസിബിൾ വാല്യൂ ഉണ്ട്, അതിനൊരു എമൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. സ്ക്രാപ്പിൻ്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ ക്വാണ്ടിറ്റി കോളത്തിൽ റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ സ്ക്രാപ്പ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സെയിൽസ് പ്രൊസീഡ്സിനെ, അത് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എമൗണ്ട് കോളത്തിലും റെക്കോർഡ് ചെയ്യും. നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക. അവിടെ യൂണിറ്റ് കോളത്തിലും റെക്കോർഡ് ചെയ്യും, എമൗണ്ട് കോളത്തിലും റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫോർ റെക്കോർഡിംഗ് നോർമൽ ലോസ് ഓർ സ്ക്രാപ്പ് ഇൻ ദി പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ സ്ക്രാപ്പ് അല്ലെങ്കിൽ നോർമൽ ലോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി, നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് അക്കൗണ്ട്. അതായത് നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പിൻ്റെ വാല്യൂ ആയിരിക്കും. രണ്ടാമത്തത് ഫോർ റിയലൈസിങ് സ്ക്രാപ്പ് വാല്യൂ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് സ്ക്രാപ്പ് വരികയാണെങ്കിൽ ഉണ്ടായിരിക്കുക. അതനുസരിച്ചാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ, ദി പ്രൊഡക്റ്റ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി passes through two processes A and B and then to finished stock. It is ascertained that in each process 5% of the total weight put in is lost and 10% scrap, which realized rupees 80 per ton and rupees 200 per ton respectively. The process figures are as follows. അതായത് ഇവിടെ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോസസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത്, എ ആൻഡ് ബി. ഇവിടെ 5%, അതായത് ടോട്ടൽ വെയിറ്റിൻ്റെ 5% ലോസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് 5%. അതേപോലെ തന്നെ ഇവിടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 10% ആണ് സ്ക്രാപ്പ് വാല്യൂ. അതിൻ്റെ റിയലൈസിബിൾ വാല്യൂ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രോസസ്സിൽ 80 per ton ആണ്, രണ്ടാമത്തെ പ്രോസസ്സിൽ 200 per ton ആണ്. ഓരോ പ്രോസസ്സിലെയും സ്ക്രാപ്പിന്റെ റേറ്റ് പെർ ടൺ എന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഇൻ ടൺസ്, പ്രോസസ് A 1000, പ്രോസസ് B 70. കോസ്റ്റ് പെർ ടൺ ഇൻ rupees 125, 200. Wages in rupees 18,000, 12,000. Manufacturing expenses in rupees 6,000, 5,000. Prepare process accounts showing the cost of the output of each process and the cost per ton. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളോട് പ്രോസസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ് എ അക്കൗണ്ട്.
പ്രോസസ് എ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ യൂണിറ്റ്സും തരുന്നുണ്ട്, അതിൻ്റെ റേറ്റും തരുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1000 ആണ്, റേറ്റ് എന്ന് പറയുന്നത് 125 ഒരു ടണ്ണിന് 125 അങ്ങനത്തെ 1000 ടൺ ഉണ്ട്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 125 × 1000 1,25,000 ആയിരിക്കും നമുക്ക് മെറ്റീരിയലിൻ്റെ എമൗണ്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ മെറ്റീരിയൽസ് അറ്റ് ₹125 പെർ ടൺ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ്സിൽ 1000, എമൗണ്ട്സിലും 1,25,000. നെക്സ്റ്റ് ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞിട്ട് 18,000, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000 റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലെ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ യൂണിറ്റിൻ്റെ 5%. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1000 ആണ്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,49,000 ആണ്. ഇനി നമുക്ക് ലോസ് ഇൻ വെയിറ്റ് നോക്കാം. ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ യൂണിറ്റ്സിൻ്റെ 5% ആണ്. അപ്പോൾ 1000 യൂണിറ്റ്സിൻ്റെ 5% എന്ന് പറയുമ്പോൾ 50 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് ലോസ് ഇൻ വെയിറ്റ് വരിക. എമൗണ്ട്സ് കോളം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് സ്ക്രാപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ക്രാപ്പ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പറയുന്നത്, ടോട്ടൽ യൂണിറ്റിൻ്റെ 10% ആണ്. അപ്പോൾ 1000 യൂണിറ്റിൻ്റെ 10% എന്ന് പറയുമ്പോൾ 100 ആയിരിക്കും നമുക്ക് യൂണിറ്റ്സ് കിട്ടുക. ഇനി അടുത്തതായിട്ട് സ്ക്രാപ്പ് സോൾഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് തരുന്നുണ്ട് 80 പെർ ടൺ ആണെന്ന് പറയുന്നുണ്ട്, 100 യൂണിറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 100 × 80 = 8,000 ആയിരിക്കും നമുക്ക് സ്ക്രാപ്പ് സോൾഡിൻ്റെ എമൗണ്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ലോസ് ഇൻ വെയിറ്റ് റെക്കോർഡ് ചെയ്തു, സ്ക്രാപ്പ് സോൾഡ് റെക്കോർഡ് ചെയ്തു. ഇനി എന്തെങ്കിലും ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ഡെബിറ്റ് സൈഡിൽ 1000 1,49,000 കിട്ടും. ഇനി നമുക്ക് 1000 നിന്ന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട്സ് യൂണിറ്റ്സുകൾ കുറക്കാം. അപ്പോൾ 1000 - 100 - 50, അപ്പോൾ 850 ആയിരിക്കും യൂണിറ്റ്സ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, എമൗണ്ട്സ് നോക്കണം. അപ്പോൾ 1,49,000 - 8,000 = 1,41,000 കിട്ടും. അപ്പം 850ഉം 1,41,000 ആയിരിക്കും നമുക്ക് പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ 850ഉം 1,41,000 ആയിരിക്കും പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. കോസ്റ്റ് പെർ യൂണിറ്റ് = 1,41,000 ഡിവൈഡഡ് ബൈ 850 = 165.8 കിട്ടും. നെക്സ്റ്റ് പ്രോസസ് ബി അക്കൗണ്ട്. പ്രോസസ് ബി അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ് എ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സും എമൗണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ പ്രോസസ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 850ഉം 1,41,000 റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് മെറ്റീരിയൽസ് അറ്റ് ₹200 പെർ ടണ്ണ്. അവിടെ എന്താണ് 70 ആയിരിക്കും വരിക. പിന്നെ 70 × 200 200 ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ടൺസ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് 70 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 70 × 200 14,000 ആയിരിക്കും വരിക. അപ്പോൾ മെറ്റീരിയൽസ് അറ്റ് 200 പെർ ടൺ എന്ന് പറഞ്ഞിട്ട് 70 യൂണിറ്റ്സും 14,000 എമൗണ്ടും. വേജസ് എന്ന് പറഞ്ഞിട്ട് 12,000, മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 5,000. ടോട്ടൽ ചെയ്താൽ ഡെബിറ്റ് സൈഡിൽ 920ഉം 1,72,000 കിട്ടും. ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ ലോസ് ഇൻ വെയിറ്റ് ആണ്. ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ യൂണിറ്റിൻ്റെ 5%. അപ്പോൾ 920 യൂണിറ്റ്സിൻ്റെ 5% എന്ന് പറയുമ്പോൾ 46 യൂണിറ്റ്സ് വരും, എമൗണ്ട് ഉണ്ടാവില്ല. സ്ക്രാപ്പ് സോൾഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ 920 യൂണിറ്റ്സിൻ്റെ 10%, അപ്പോൾ 92 യൂണിറ്റ്സ് വരും. അപ്പോൾ 92 യൂണിറ്റ്സ് ഇൻറ്റു എത്രയാണോ റേറ്റ് 200 ആണ്. അപ്പോൾ ഓരോ ടണ്ണിനും 200 ആണ്. അപ്പോൾ 92 × 200 = 18,400 കിട്ടും. 200 കിട്ടിയത് അറിയാലോ, ചോദ്യത്തിൽ ആദ്യം പറയുന്നുണ്ട് സ്ക്രാപ്പിന് 80 റുപ്പീസും 200 റുപ്പീസും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രാപ്പ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ്സിൽ 92, എമൗണ്ട്സിൽ 18,400 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ 920 - 92 - 46 = 782 ആയിരിക്കും നമുക്ക് യൂണിറ്റ്സ് ആയിട്ട് കിട്ടുക. എമൗണ്ട്സ് കോളത്തിൽ 1,72,000 - 18,400 = 1,53,600 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള യൂണിറ്റ്സ് എമൗണ്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഇവിടെ 2 പ്രോസസ്സേ ഉള്ളൂ, പ്രോസസ് എയും ബിയുവേ ഉള്ളൂ. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 782 യൂണിറ്റ്സും 1,53,600 എമൗണ്ട്സും റെക്കോർഡ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് = 1,53,600 ഡിവൈഡഡ് ബൈ 782 = 196.42 കിട്ടും. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 196.42 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2 പ്രോസസ്സുകളേ ഉള്ളൂ, പ്രോസസ് എയും പ്രോസസ് ബി എ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രോസസ് എ അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രോസസ് ബി അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള യൂണിറ്റും എമൗണ്ടും നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.